CPM ജാഥയാണ് വേദിയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വീകരണം കഴിഞ്ഞ സ്റ്റേജിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. സ്വീകരണം കഴിഞ്ഞ സ്റ്റേജിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ലോ പോയിന്റ് ആണ്. അച്ഛനോ? ഞാൻ വിചാരിച്ച ഏതോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി. പോക്കറ്റിൽ നിന്ന് 2000 രൂപ എടുത്തു. സർക്കാരിൽ നിന്ന് കിട്ടിയ പെൻഷനാണത്രേ. UDF വന്നാൽ ഈ പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് മൊയ്തീൻ ആ 2000 രൂപ ഗോവിന്ദൻ മാഷിന്റെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്നു. എന്തായാലും കൂലിയാണല്ലോ പ്രധാനം. പിടിക്ക് 500 രൂപ പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും കിട്ടൂല. കൈമളെ, സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? നിങ്ങൾ തന്നെ വരണം. പുതിയൊരു കള്ളനെ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുകയാണല്ലേ? അവിടെ തീർന്നില്ല. മൊയ്തീൻ കൊടുത്ത പണം നോക്കി പാർട്ടി സെക്രട്ടറി അത് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന ഡയലോഗും. എടാ, നീ കൊറേ കാലം കൂടി ഒരു സഹായം ചോദിച്ചല്ലേ, ഇന്നാ ഇത് വെച്ചോ. അത് സാരമില്ല, ഇത് എന്റെ ഒരു സന്തോഷത്തിനാ. ഓ, എന്നായിരിക്കട്ടെ, ഇത് നിന്റെ സന്തോഷത്തിന്. ഇനി എന്റെ സന്തോഷത്തിന് 100 രൂപ തന്നെ. ഇടത് സൈബർ ഹാൻഡിലുകൾ വീഡിയോ അങ്ങ് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളരെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യെന്ന്. നേതാക്കൾ പറഞ്ഞിട്ടാ ഞാൻ സ്റ്റേജിൽ കയറിയത്. പൈസ കൊടുക്ക, ഓര് തന്നെ തിരിച്ചു തരും. മറ്റാരുമല്ല, മൊയ്തീന്റെ തന്നെ മൊഴി. നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ കൊടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരുമെന്ന്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ കൊടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരുമെന്ന്. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്. എവിടെ നശിപ്പിച്ചു? വലിയ ചർച്ചയായി, വലിയ വിവാദമായി. മൊയ്തീൻ പറഞ്ഞതങ്ങ് മാറ്റി പറഞ്ഞു. സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? ഏതായി പുതിയ മാരണം? ഒന്നൊഴിക്കുമ്പം മറ്റൊന്ന്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.